പ്രപഞ്ചം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലെന്ന് സാധാരണയായി ആളുകൾ പറയാറുണ്ട്. ഇപ്പോഴിതാ ഇതിനൊരു പുതിയ തെളിവ് കൂടി ശാസ്ത്രലോകം പുറത്തുവിട്ടിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 1.5 മില്യൺ കിലോമീറ്റർ അകലെയുള്ള നിഗൂഢ ബഹിരാകാശ ടണലിനെക്കുറിച്ചുള്ള കണ്ടെത്തലാണ് പുതിയ ആകാംക്ഷ ആളുകളിൽ സൃഷ്ടിക്കുന്നത്. നമ്മുടെ സൗരയൂഥത്തിനോട് ചേർന്നുള്ള ഒരു കോമിക്സ് ടണലാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. സൗരയൂഥത്തിന്റെ സമീപത്തായി ചൂടേറിയ വാതകങ്ങൾ നിറഞ്ഞുള്ള ലോക്കൽ ഹോട്ട് ബബിളിന്റെ ഭാഗമാണ് ഇതെന്ന് പഠനത്തിൽ പറയുന്നു. പ്രപഞ്ചത്തിലെ മറ്റ് ഗാലക്സികളിലേക്കുള്ള കവാടമായിരിക്കാം ഇതെന്നും ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നു. ലോക്കൽ ഹോട്ട് ബബിൾ എന്ന ആശയത്തിന് 50 വർഷത്തെ പഴക്കമുണ്ട്. ബഹിരാകാശത്തെ അസാധാരണമായ എക്സ്റേ വികിരണങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാണ് ശാസ്ത്രജ്ഞർ ഈ പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത്. നമുക്ക് ചുറ്റുമുള്ള സാന്ദ്രത കുറഞ്ഞ പ്രദേശം വാതകമേഘങ്ങളാൽ തടയപ്പെടാതെ എക്സ് കിരണങ്ങളെ കടന്നുപോകാൻ അനുവദിക്കുമെന്നായിരുന്നു ആദ്യ സിദ്ധാന്തങ്ങൾ. എന്നാൽ ലോക്കൽ ഹോട്ട് ബബിൾ ശൂന്യമായ ഒരു ഇടമല്ലെന്നും നമ്മുടെ ഗാലക്സിയുടെ വളരെ സജീവമായ ഒരു പ്രദേശമാണ് ലോക്കൽ ഹോട്ട് ബബിൾ എന്നുമാണ് പുതിയ സിദ്ധാന്തങ്ങൾ. നമ്മുടെ സൗരയൂഥത്തിനു ചുറ്റും നൂറുകണക്കിന് പ്രകാശവർഷം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന നേർത്ത ചൂടുള്ള വാതകത്തിന്റെ വിശാലമായ പ്രദേശത്തെയാണ് ലോക്കൽ ഹോട്ട് ബബിൾ എന്ന് വിളിക്കുന്നത്. ഏകദേശം 14 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വാതകങ്ങൾ പുറംതള്ളുന്ന ഒന്നിലേറെ സൂപ്പർനോവ സ്ഫോടനങ്ങളുടെ ഫലമായി രൂപപ്പെട്ടതാണ് ഇതെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഈ ലോക്കൽ ഹോട്ട് ബബിളിനെ കുറിച്ച് ഏറെക്കാലമായി ശാസ്ത്രജ്ഞർക്ക് അറിവുണ്ടെങ്കിലും ഇതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്റർസെല്ലാർ ടണലിനെ കുറിച്ച് ആദ്യമായാണ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഭൂമിയിൽ നിന്ന് വിദൂരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഇറോസിറ്റ ദൂരദർശിനിയിലെ എക്സ്റേ വികിരണങ്ങളാണ് ബഹിരാകാശ ടണൽ കണ്ടെത്തിയത്. ഇതോടെ ലോക്കൽ ഹോട്ട് ബബിളിനെ കുറിച്ച് കൂടുതൽ വ്യക്തത ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുകയും ചെയ്തു. ലോക്കൽ ഹോട്ട് ബബിളിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇറോസിറ്റയ്ക്ക് കഴിയും എന്നതാണ് പ്രതീക്ഷ.